ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ ഐയുടെ എഞ്ചിനാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് ഉണ്ടല്ലോ, ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, സൗണ്ട് ചെക്ക് ചെയ്യണം റണ്ണിങ്ങിൽ, പിന്നെ വാട്ടർ സർവീസ് ചെയ്യാനുണ്ട്, ഗിയർ ഓയിൽ മാറ്റാനുണ്ട്, ഹെഡ് ഡീകാർബണൈസിങ്, ഹെഡ് ഹാൻഡിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അതൊക്കെ ഓടിച്ചു നോക്കിയിട്ട് കംപ്ലയിൻറ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുണ്ടല്ലോ നമുക്ക് ഹെഡിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് കംപ്രഷൻ ലീക്കായി പോകുന്ന കംപ്ലയിൻ്റാണ് വണ്ടിക്ക് മെയിനായിട്ട്. ഇപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് കംപ്രഷൻ ലീക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ മിസ്സിങ് പ്രോബ്ലം ഒരു പക്ഷേ ഇലക്ട്രിക്കലിൻ്റെ വരാം. അത് ഞാൻ ഈ ബാക്കിയത്തെ എൻജിൻ സംബന്ധമായിട്ടുള്ള ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് ഓടിച്ച് നോക്കി കൃത്യമായിട്ട് അത് എന്തിൻ്റെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ കംപ്രഷൻ ലീക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലീക്കാണ്. ഇതിനകത്ത് നമുക്ക് പിസ്റ്റൻ്റെ ടോപ്പ് സൈഡിലൊക്കെ കരി ഇതേപോലെ ഇളകി പോകുന്ന രീതിയിലുള്ള കരിയാണ്. അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ വാൽവ് ക്ലിയറായിട്ട് അടയാത്തൊരു കണ്ടീഷൻ വരും. ഈ വാൽവിൻ്റെ കണ്ടീഷൻ അതാണ്, വാൽവ് കറക്റ്റായിട്ട് അടയില്ല, ആ വഴിക്ക് കംപ്രഷൻ ലീക്കേജ് വരും. പിന്നെ കംപ്രഷൻ റിങ്സിൻ്റെ പ്രശ്നം കൊണ്ടും വരാം. ഈ സൈഡിലേക്ക് ഗ്യാസ് കുറച്ച് ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ പിസ്റ്റണ് സിലിണ്ടറിനും കുഴപ്പമില്ല, റിങ്സ് നമുക്ക് അതന്നെ യൂസ് ചെയ്യാം. പിസ്റ്റൺ സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ്, അത് ബോർ ചെയ്തേക്കാനായിട്ടൊന്നും കാണാനില്ല. നമുക്ക് സ്റ്റാൻഡേർഡ് റിങ്സ് മേടിച്ചതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. വേറെ പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. അത് കറക്റ്റ് നമുക്ക് റിങ്സ് ഇടുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത്. ബോർ ചെയ്തേക്കണേ അപ്പോൾ നമുക്കറിയാം. സാധാരണ അതിൻ്റെ പിസ്റ്റണിന്മേ മാർക്കിംഗ് ഉണ്ടാവേണ്ടതാണ്, ഇത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ബോർ ചെയ്തതാണെങ്കിൽ കേട്ടോ. ഇത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് കഴിയണം. കംപ്രഷൻ ലീക്കായി പോവുക, കിക്കറൊക്കെ ബലക്കുറവോടുകൂടി പോവുക, സെൽഫ് അടിച്ചാലും വെറുതെ മോട്ടോർ കിടന്ന് വർക്ക് ചെയ്യാം, വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ കംപ്ലയിൻറ്റ് റെഡിയാക്കിയതിന് ശേഷം വേണം ബാക്കിയത്തെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എഞ്ചിൻ്റെ ഹെഡ് വാഷ് നമ്മൾ അയച്ചത്. അപ്പോൾ ഈ ഭാഗം അയച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഇതുമേ എഞ്ചിൻ സംബന്ധമായിട്ട് ക്ലച്ച്, ഗിയർ ബോക്സൊക്കെ വണ്ടിമേ തന്നെ നിർത്തി നമുക്ക് ചെയ്യാം. പക്ഷേ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിമേന്ന് എഞ്ചിൻ വേർപെടുത്തി ഇതേപോലെ മെയിൻ്റനൻസ് ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭാഗം അഴിച്ചേക്കണേ. എഞ്ചിൻ കാണുമ്പോൾ മൊത്തം എഞ്ചിൻ മണി എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. അതിനുവേണ്ടി അയച്ചേക്കണമല്ല. ഹെഡ് ഡീകാർബണൈസിങ്ങിനാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഈ വാൽവ് നമുക്ക് ലേത്തി കൊടുത്തിട്ട് വാൽവ് ഒന്ന് സീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ പിസ്റ്റണൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ റിങ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഇത് തന്നെയാണ്, ഇതേ വള പോലെ കിടക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി ഗ്യാസ്കറ്റുകളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ കംപ്രഷൻ കറക്റ്റാവും. അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോഴാണ് വേറെ പ്രോബ്ലംസ്, ആ മിസ്സിങ് എന്തുകൊണ്ടാണ് കാണിച്ചതെന്നുള്ള ദിവസം അതിന് ശേഷമാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെയ്യാം. ഇതെന്തെങ്കിലും ചെയ്തതിന് ശേഷമാണ് ബാക്കിയത്തെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഈ ഭാഗം ക്ലച്ചിൻ്റെ സൈഡ് അഴിക്കണ സമയത്ത് അതിനകത്ത് കുറച്ച് കംപ്ലയിൻസുകൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അത് ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണേ. നിലവിൽ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ കിടക്കണേ. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ പൊട്ടി വിണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബെൽറ്റൊക്കെ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടേണ്ടതായിട്ട് വരും. അതേപോലെ ഇതിനകത്ത് വേരിയേറ്റർ ബോഡിയുടെ ഉള്ളിൽ തന്നെ റോളറുകളൊക്കെ അബ്നോർമലായ രീതിയിലാണ് തേയ്മാനം. അത് എല്ലാ ഭാഗവും ഒരേപോലെയൊന്നുമല്ല, കയറി ഇറങ്ങിയൊക്കെയാണ് തേയ്മാനം വന്നേക്കണേ. ഇത് വേണമെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം, കുറേ കൂടി ഓടിയിട്ട് മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷ് പോലത്തെ, അപ്പോൾ അത് നല്ല രീതിയിൽ അടിപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ വർക്ക് ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ പൊട്ടുന്ന രീതിയിലേക്ക് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈയോടെ മാറ്റിയിടണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ആ വേരിയേറ്റർ ബോഡിയും ആ പ്ലേറ്റ് ഒന്ന് അടിച്ചിട്ട് അത് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ്റനൻസ് നമുക്ക് വീണ്ടും കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഹെഡ് ഓവർഹോളിങ്ങും അതേപോലെ ക്ലച്ച് സൈഡും കൂടി ഫുള്ളായിട്ട് നമ്മൾ ഗ്രീസിങ് നടത്തേണ്ട ഭാഗങ്ങളൊക്കെ ഗ്രീസ് ചെയ്ത് ബെൽറ്റൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിപ്പോൾ എഞ്ചിൻ വണ്ടിമേക്ക് കയറ്റിയിട്ട് ബാക്കിയത്തെ കണ്ടീഷൻ നോക്കിയിട്ട് ഓടിച്ചു നോക്കിയതിന് ശേഷമാണ് നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണ നമുക്കൊരു 3000-3500 രൂപയാണ് നമുക്ക് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്തു തരും. അതായത് ഈ ഭാഗം ഇപ്പോൾ സിലിണ്ടർ ബോറിങ് കാര്യങ്ങളൊന്നും വന്നില്ല. വാൽവ് ലെയ്ത്തിൽ നമുക്ക് കൊടുക്കണം. ലെയ്ത്തി കൊടുത്ത് സീറ്റിംഗ് ഒക്കെ ചെയ്ത് വാൽവ് ഗൈഡ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ റേറ്റ് പറയണേൻ്റെ കേസ്. അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയത്തെ ഭാഗങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമുക്ക് ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റാണ് നമുക്ക് അഡീഷണലായിട്ട് മാറ്റേണ്ടി വരാം. പിന്നെ ഈ ബുഷുകളാണ്. അപ്പോൾ അത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി റെഡിയാക്കിയതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കാം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയത്തെ കംപ്ലയിൻസുകൾ കൃത്യമായിട്ട് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എയർ ഫിൽറ്റർ നമ്മളിപ്പോൾ ഹെഡ് അഴിക്കുമ്പോൾ കൂട്ടത്തിലൂടെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ മാറ്റും. എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്. കാർബറേറ്റർ അസംബ്ലിയും നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. കാർബറേറ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബറേറ്ററിൻ്റെ കേസും ഏറ്റവും വലിയൊരു തലവേദനയായിട്ടുള്ള സംഭവമാണ് ഈ കാർബറേറ്റർ എന്നുള്ള കേസ്. കാരണം E20 പെട്രോളിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതും പ്രകാരം നമുക്കിപ്പോൾ എന്തെങ്കിലും അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല. ഈ പറയുന്ന യൂണിറ്റ്
ഇതാണ് കാർബറേറ്റർ അസംബ്ലി എന്ന് പറഞ്ഞാൽ. ഇതിനകത്താണ് പെട്രോൾ വന്ന് നിൽക്കണതാണ്. ഡയറക്റ്റ് പെട്രോൾ ഇതിനകത്തേക്ക് വരുന്നു. ആ എയർ ഫിൽറ്റർ വഴി എയർ വലിച്ച് ഹെഡിലേക്ക് സപ്ലൈ ചെയ്യണം. അതാണ് കാർബറേറ്ററിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ E20 പെട്രോൾ കിടക്കും തോറും ഈ അലുമിനിയം ബോഡി, കാർബറേറ്റർ അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ദ്രവിക്കുന്ന പോലത്തെ കംപ്ലയിൻസുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ചില വണ്ടികളിൽ തന്നെയും, അതായത് ചില വണ്ടികളിൽ നിന്നല്ല, ഒരു 10 വണ്ടി എടുത്താൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ പ്രോബ്ലത്തിലേക്ക്, കംപ്ലയിൻറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു റീസൺ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിക്കും ആ ഒരു വെല്ലുവിളി ഉണ്ട്, അതറിഞ്ഞിരിക്കുക. ബാക്കിത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചാൽ നമുക്കത് മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. തൽക്കാലം ക്ലീൻ ചെയ്തിടാം. ആ ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടിയുമ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ എഞ്ചിൻ്റെ ഭാഗം വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താം. അതിനുശേഷം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് പറയാം. നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ആക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയാം, ഏകദേശം എത്ര വരും എന്നുള്ള കേസൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ലെയ്ത്തിലേക്ക് പോകേണ്ട കേസാണ്. അപ്പോൾ അത് ലെയ്ത്തിലേക്ക് വിടാം. എന്തായാലും നമുക്ക് 2-3-4 ദിവസം കൂടി സമയം തരണം, കാരണം ഇതൊക്കെ ലെയ്ത്തിൽ പോയി വരണം. പിന്നെ അതിൻ്റെ നമുക്ക് ഫുൾ ടൈം ഒരു ഇതുമ്പോൾ തന്നെ നമുക്ക് ചെയ്യൽ നടക്കില്ല. അപ്പോൾ ഗ്യാപ്പ് പോലെയാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം ഇപ്പോൾ നമ്മൾ ലെയ്ത്തിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ എഞ്ചിൻ്റെ ഭാഗം റെഡിയാക്കിയതിന് ശേഷം വണ്ടിയുമ്പോൾ കയറ്റി ഓടിച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെയാണ് നമുക്ക് ബാക്കിയുടെ സർവീസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആ രീതിയിലാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാൻ വർക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ബാക്കിയത്തെ കണ്ടീഷൻ പറയാം വണ്ടി ഓടിച്ച് നോക്കിയിട്ട് കേട്ടോ.